തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിക്കാമെന്നൊരു പറച്ചിലുണ്ട് പൊതുവെ. തലസ്ഥാനത്ത് തന്നെ, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ സ്വന്തമാക്കിയാൽ, ഏറ്റവും കൂടുതൽ MLA മാരെ സ്വന്തമാക്കിയാൽ അതൊരു ട്രെൻഡാവും. കേരളം മുഴുവൻ ആ ട്രെൻഡ് തുടരും, പടരും എന്നതൊക്കെയാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഉറ്റുനോക്കുന്ന മണ്ഡലത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നേമം. സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ത്രികോണ പോരാട്ടത്തിനാണ് ഇത്തവണ നേമം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോട്ട കാക്കാൻ LDF-ഉം പിടിച്ചെടുക്കാൻ UDF-ഉം പൂട്ടിപ്പോയ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ NDA-യും കച്ചമുറുക്കി ഇറങ്ങിയതോടെ നേമത്തെ പോരാട്ടം പ്രവചനാതീതമാവുകയാണ്. വിശദമായി നമുക്ക് പരിശോധിക്കാം. നേമം ആര് നേടും? മണ്ഡലം നിലനിർത്താൻ LDF V ശിവൻകുട്ടിയെ തന്നെയാണ് മുൻനിർത്തി പടയൊരുക്കം നടത്തുമ്പോൾ അട്ടിമറി വിജയത്തിനായി NDA BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെയാണ് കളത്തിലിറക്കുന്നത്. എന്നാൽ ശക്തമായ യുവസാന്നിധ്യമായി KS ശബരിനാഥിനെ അവതരിപ്പിച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF-ന്റെ നീക്കം. അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും അവരുടെ പ്രൊഫൈൽ വിശദമായി പരിശോധിക്കാം. ആദ്യം V ശിവൻകുട്ടിയിലേക്ക്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. 3 തവണ MLA ആയ V ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്നു. അതിനു മുൻപ് ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. തിരുവനന്തപുരത്ത് ദീർഘകാലത്തെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പരിചിതനായ വ്യക്തിയാണ്. SFI-യിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് പിന്നീട് DYFI-യിലടക്കം പിന്നീട് CPM-ലേക്ക് വന്നു. തൊഴിലാളി സംഘടനയുടെ ഭാഗമായി CITU-ന്റെ ഭാഗമായി പ്രവർത്തിച്ചു. അങ്ങനെ വിവിധ തലങ്ങളിൽ ബന്ധങ്ങളുള്ള തിരുവനന്തപുരം നഗരത്തെ ഉള്ളം കൈയിൽ എന്ന പോലെ അറിയാവുന്ന ഒരു നേതാവാണ് V ശിവൻകുട്ടി. കാലങ്ങളായി അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ളയാൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാര്യമെടുത്താൽ കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, വിദ്യാർത്ഥികളുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മുമ്പ് നമുക്കറിയാം, നിയമസഭയിലെ KM മാണിക്കെതിരായ പ്രതിഷേധത്തിൽ അദ്ദേഹം വലിയ വിമർശനം നേരിട്ടെങ്കിലും മന്ത്രിയായ സമയത്ത് പോലും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ കാലത്തും V ശിവൻകുട്ടിക്കെതിരായ വിമർശനത്തിലെ ആദ്യ ചിത്രം അന്ന് നിയമസഭയിലെ ഡയസിന് മുകളിൽ അല്ലെങ്കിൽ സ്പീക്കറുടെ ചേംബറിൽ കയറി അവിടുത്തെ കമ്പ്യൂട്ടറും അവിടുത്തെ മൈക്കും ഒക്കെ വലിച്ചു പറിക്കുന്ന മന്ത്രിയുടെ ചിത്രമായിരുന്നു, അല്ലെങ്കിൽ V ശിവൻകുട്ടിയുടെ ചിത്രമാണ് പങ്കുവെക്കപ്പെട്ടതെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ടേം അവസാനിക്കുമ്പോൾ ജനകീയനായ ഒരു മന്ത്രി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. അത്ര ജനകീയമായ ഇടപെടൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അങ്ങനെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇനി രണ്ടാമതായി, മുമ്പ് ഈ മണ്ഡലത്തിൽ നേമത്ത് പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും തുറക്കാനായി ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്, ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ ചുവരെഴുത്തു തുടങ്ങിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. 61 വയസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. 3 തവണ രാജ്യസഭ MP, മുൻ കേന്ദ്രമന്ത്രി. അങ്ങനെ നീണ്ട കാലത്തെ ദേശീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിചയമായാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. 2006-ലാണ് BJP-യിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ പ്രവേശം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ്. അതിനു മുമ്പ് ആരായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദമുണ്ട്. ഇന്റലിൽ പ്രവർത്തിച്ചു. പിന്നീട് TPG നമ്പ്യാർ, മലയാളിയായ TPG നമ്പ്യാരുടെ BPL കമ്പനിയിലേക്ക് അദ്ദേഹത്തിന്റെ TPG നമ്പ്യാരുടെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ കമ്പനിയുടെ തലപ്പത്തേക്കൊക്കെ വന്ന ആളാണ്. അങ്ങനെ ഒരു ടെക്കി ടാൻഡ് പൊളിറ്റീഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് അനുകൂല ഘടകം? നമ്മൾ നോക്കിയാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്ത ആളാണ്. മാത്രമല്ല, ഈ പുതിയ കാലത്തെ പ്രൊഫഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സിലെ ഒരു പ്രൊഫഷണൽ സമീപനത്തെ BJP-യിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കേരള BJP-യിൽ കൂടി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുക ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രീതി, സമീപനം അതൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. അതിന് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഫലം ചെയ്യും അല്ലെങ്കിൽ ഗുണം ചെയ്യും. ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ BJP-ക്ക് സമ്മാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് മുൻകൂട്ടി ആദ്യം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ചുവരെഴുതി കളത്തിലേക്ക് ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇനി നമ്മൾ പോകുന്നത് UDF-ന്റെ കാൻഡിഡേറ്റ് ആണ് KS ശബരിനാഥൻ. 42 വയസ്സുകാരൻ യുവാവ്.
ബിടെക് ബിരുദധാരി, MBA ബിരുദധാരി, ടാറ്റ കൺസൾട്ടൻസിയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. രത്തൻ ടാറ്റയ്ക്കൊപ്പം വരെ പ്രവർത്തിച്ച പരിചയത്തോടു കൂടിയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സാഹചര്യം നമ്മൾ ഓർത്തെടുത്താൽ 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്, പിതാവ് ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് അരുവിക്കരയിലേക്ക് ഫീൽഡ് ചെയ്യപ്പെട്ട KS ശബരിനാഥൻ അന്ന് CPM-ന്റെ M വിജയകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കളം നിറയുന്നത്. പിന്നീട് 2016-ലും അതേ വിജയം അരുവിക്കരയിൽ ആവർത്തിച്ചു. പക്ഷേ 2021-ൽ ജി സ്റ്റീഫനോട് അരുവിക്കരയിൽ KS ശബരിനാഥൻ പരാജയം രുചിക്കുകയും ചെയ്തു. മുൻ MLA എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു യുവജന മുന്നേറ്റ പോരാളി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സമര കാലഘട്ടത്തിലെ ഒരു പോരാളി എന്ന നിലയിലൊക്കെ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ കോൺഗ്രസിന്റെ UDF-ന്റെ മേയർ മുഖം തന്നെ KS ശബരിനാഥനായിരുന്നു. ആ ശബരിനാഥനെ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കൗൺസിലർ കൂടിയായ ശബരിനാഥനെ തന്നെയാണ് ഇത്തവണ നിയമത്തിറക്കുന്നത്. നിയമത്തിന്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ കുറെ കാലമായി മൂന്നാമത് നിൽക്കുകയാണ് UDF. ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യവുമായാണ് UDF മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ശബരിനാഥനിൽ കുറഞ്ഞ് മറ്റൊരാളും അവിടെ ഫീൽഡ് ചെയ്യപ്പെടാനില്ല. ഇടയ്ക്ക് അരുവിക്കരയിൽ ശബരിനാഥന്റെ പേരൊക്കെ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും നിയമത്തേക്ക് തന്നെ നറുക്കു വീഴുകയായിരുന്നു ശബരിനാഥന്. ഏതായാലും ഒരു യുവമുഖം, ഒരു യങ് ഫേസ്, ഒപ്പം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ് ഒരുപാട് സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു പ്രൊഫഷണൽ അപ്രോച്ചുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു ടാഗ് ഉണ്ട് ശബരിനാഥന്. അത് തന്നെയാണ് കോൺഗ്രസ് കാണുന്ന അനുകൂല ഘടകം. ഇനി നമ്മൾ പോകുന്നത് നിയമത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്കാണ്. പോയ തെരഞ്ഞെടുപ്പുകളിൽ നിയമം എങ്ങനെയാണ് വിധി എഴുതിയത്? കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയമത്തെ വിധിയെഴുത്ത് അതിന്റെ വോട്ട് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട്, വിവിധ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് നിയമത്തിന്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം പോകുന്നത് 2011 തെരഞ്ഞെടുപ്പിലേക്കാണ്. ശിവൻകുട്ടി ഏതാണ്ട് കഴിഞ്ഞ 3 തവണയായി നിയമത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അത് ശ്രദ്ധേയമാണ്. ശിവൻകുട്ടി 2011 അവിടെ മത്സരിക്കുമ്പോൾ ശിവൻകുട്ടി നേടിയ വോട്ടുകളാണ് ഈ കാണുന്നത്. 50,076 വോട്ടുകളാണ് ശിവൻകുട്ടി നേടിയത്. തൊട്ടു പിന്നിൽ രാജഗോപാൽ NDAയുടെ നേടിയത് 43,661 വോട്ടുകളാണ്. ചാരുപാറ രവി ആയിരുന്നു അന്ന് 2011 UDF-ന്റെ സ്ഥാനാർത്ഥി. ചാരുപാറ രവി നേടിയത് 20,242 വോട്ടുകളാണ്. ഇത് ഏറ്റവും ശ്രദ്ധേയം. ശിവൻകുട്ടി നേടിയത് 50,000-ലധികം വോട്ടുകളാണെങ്കിൽ രാജഗോപാൽ നേടിയ വോട്ടുകൾ അതിലേറെ ശ്രദ്ധേയമാണ്. 43,661 വോട്ടുകൾ. BJPക്ക് ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഇടമാണ്. അന്ന് 2011 തന്നെയും UDF 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ് നിയമം എന്നത് ഓർക്കണം. അത്തവണ 2011 ഇലക്ഷനിൽ ശിവൻകുട്ടിയുടെ വിജയം 6,415 വോട്ടുകൾക്കായിരുന്നു എന്നതാണ്. ആ വർഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,415 വോട്ടുകൾക്കാണ് ശിവൻകുട്ടി വിജയിച്ചത്. ഇനി 2016 തെരഞ്ഞെടുപ്പ്. 2016 തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ നേമത്ത് BJP നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന അശ്രദ്ധേയമായ ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ വിധി, അന്നത്തെ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ മുമ്പ് MLA ആയിരുന്ന ശിവൻകുട്ടിക്ക് ലഭിച്ചത്, അത്തവണ ലഭിച്ച വോട്ടുകൾ 59,142 ആണ്. 2-ാം സ്ഥാനത്തേക്ക് പോയി LDF. NDA എത്തിയത് 67,813 വോട്ടിലേക്കാണ്. നേമത്ത് നിന്ന് BJPക്കായി അക്കൗണ്ട് തുറന്ന് രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയത് 67,813 വോട്ടിലേക്കാണ്. അതിന്റെ വലിയ വോട്ട് വർധന നടത്തിയിരുന്നു. അവിടെ ശ്രദ്ധേയമാകുന്നത് സുരേന്ദ്രൻപിള്ള എന്ന UDF സ്ഥാനാർത്ഥി. ഈ തവണ അദ്ദേഹം LDF-ന്റെ മുന്നണിയുടെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വിട്ടുപോയി, പിന്നീട് തിരികെ എത്തി. അങ്ങനെ കുറെ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ സുരേന്ദ്രൻപിള്ളയുടേതായിട്ട് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത്. അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻപിള്ള നേടിയത് 13,860 വോട്ടുകൾ മാത്രമാണ്. ഈ ഡീലാരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കം LDF നേതാക്കൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതുമായ പ്രധാനപ്പെട്ട കണക്ക് ഈ നേമത്ത് NDA അക്കൗണ്ട് തുറന്നപ്പോൾ UDF-ന്റെ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്നതാണ്. അന്ന് നേമത്ത് രാജഗോപാൽ നേടിയ ഭൂരിപക്ഷം 8,671 വോട്ടുകളായിരുന്നു. അതായിരുന്നു NDAയുടെ ആദ്യ അക്കൗണ്ട്. നേമത്ത് തുറന്ന ആ അക്കൗണ്ട് പക്ഷേ 2021 കൂട്ടിപ്പോയി എന്നതാണ് സാഹചര്യം. ഇനി 2021 കണക്കുകളിലേക്ക് വരാം. 2011, 2016, 2021 LDF-ന്റെ സ്ഥാനാർത്ഥി മാറുന്നില്ല. ആ 3 തവണയും മത്സരിച്ചത് ശിവൻകുട്ടി തന്നെയാണ്. അദ്ദേഹത്തിന് 4-ാം അംഗമാണ് അവിടെ. 2021 എത്തിയപ്പോൾ LDF വലിയ വിജയം നേടിയ, തുടർഭരണം സ്വന്തമാക്കിയ തിരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി LDF കാൻഡിഡേറ്റ് സ്വന്തമാക്കിയ വോട്ടിന്റെ കണക്ക് 55,837 എന്നതാണ്. കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്തേക്ക് വന്നു. NDA സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ നേടിയത് 51,888 വോട്ടുകളാണ്.
മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു UDF. പക്ഷേ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് അത്തവണ കളത്തിലിറക്കിയത്. കെ മുരളീധരൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കെ മുരളീധരൻ സ്വന്തമാക്കിയത് 36,524 വോട്ടുകളാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ട്. അങ്ങനെ വലിയ ഒരു ഭൂരിപക്ഷമല്ല, 5,000 മാത്രം ഭൂരിപക്ഷം. അത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും അറിയാവുന്ന, ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാവുന്ന ഒരു മണ്ഡലമെന്ന ടാഗ് അന്നു മുതലേ ഉണ്ട്, അല്ലെങ്കിൽ കുറെ കാലമായി തന്നെയുണ്ട്. മാറി മറിയുന്ന മണ്ഡലം, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ മണ്ഡലം, പിന്നീട് അത് തിരിച്ചു പിടിക്കുന്നുണ്ട് LDF. എല്ലാ കാലത്തും ഈ ഡീൽ ആരോപണത്തിന് മറുപടി പറയുന്നത് ആരാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്, എവിടെയാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്, അത് ഞങ്ങളാണ് എന്ന് അവകാശവാദം പറയുന്നതും ഇതേ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വി ശിവൻകുട്ടി ഒരു തവണ കൈവിട്ട മണ്ഡലത്തെ, നിയമത്തെ തിരിച്ചു പിടിച്ചതാണ് 2021. ഇനി നമുക്ക് ഈ വോട്ടിന്റെ ഒരു പെർസെൻറ്റേജ് കൂടി പരിശോധിച്ചാൽ ഈ മണ്ഡലങ്ങളിലെ ഈ കണക്കിനപ്പുറത്തേക്ക് വോട്ട് വളർച്ച, അല്ലെങ്കിൽ ആരാണ് അവിടെ വോട്ട് സമ്പാദിക്കുന്നത്, ഓരോ മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ട് കണക്കിന്റെ ഒരു പെർസെൻറ്റേജ് കൂടി പരിശോധിക്കാം. അതിന് ഈ പൈ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. 2021 തെരഞ്ഞെടുപ്പ് എടുത്താൽ വി ശിവൻകുട്ടി LDF കാൻഡിഡേറ്റ് നേടിയ വോട്ട് എന്ന് പറയുന്നത് 42.99% വോട്ടുകളാണ് LDF അന്ന് സ്വന്തമാക്കിയത്. O രാജഗോപാൽ NDA സ്ഥാനാർത്ഥി നേടിയത് 37.49% വോട്ടുകൾ. UDFന് 17.38% മാത്രമായിരുന്നു. 2011, അതായത് ആ വർഷം 2011 LDF 6,415 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയപ്പോഴുള്ള വോട്ടിംഗ് ശതമാനമാണ് 42%. LDF, NDA 37%, അതാണ്ട് 10% വ്യത്യാസം. 20% വ്യത്യാസത്തിൽ UDF 17% അന്നത്തെ UDFന്റെ വോട്ടുകൾ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് 2016 തെരഞ്ഞെടുപ്പിലേക്കാണ്. 2016 തെരഞ്ഞെടുപ്പിൽ വന്നാൽ 2016 LDFന്റെ പോളിംഗ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുന്നുണ്ട്. 42 നിന്ന് 41.39 കുറയുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ ഡിപ്പ് സംഭവിച്ചത് UDFനാണ്. UDFന് സംഭവിച്ചത് 17.38 നിന്ന് UDFന്റെ പോളിംഗ് പെർസെൻറ്റേജ് 9.70 കുറഞ്ഞു. അവിടെ NDA കാര്യമായ വർധന വരുത്തുന്നുണ്ട്. 10% വർധന വരികയാണ്. 47.46 അവരെത്തി. ആ വർഷമാണ് അവിടെ അക്കൗണ്ട് തുറന്നത്. O രാജഗോപാൽ അവിടെ നിന്ന് NDAക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് വർഷം 47% വന്നു. 37.49 നിന്നാണ് 47.46% എന്ന വലിയൊരു വളർച്ചയിലേക്ക്, 10% വോട്ട് റൈസ് ഉണ്ടാക്കിയത് NDA. ഇനി 2021 ഏറ്റവും ഒടുവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു NDAയിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു LDF. ആ തവണ നേടിയ വോട്ട് എത്രയാണ്, അല്ലെങ്കിൽ LDF സ്വന്തമാക്കിയ വോട്ടിംഗ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് വോട്ടാണെന്ന് നോക്കിയാൽ 38.24% വോട്ടുകളാണ് അന്ന് LDF സ്വന്തമാക്കിയത്. UDF 25.01% അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും NDAയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നുണ്ട് 35.54%. അതായത് കഴിഞ്ഞ തവണയാണ് ഒരുപക്ഷെ ഏറ്റവും താഴ്നിലയിലേക്ക് പോയ 3 തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ, 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനത്തിലേക്ക്, അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് NDA പോയത് കഴിഞ്ഞ തവണയാണ്. കഴിഞ്ഞ തവണ അവിടെ ഇതേപോലെ ഒരു പക്ഷേ പറഞ്ഞാൽ ഇത്തവണത്തേന് സമാനമായ വാശിയേറിയ ഒരു ട്രയാങ്കിൾ ഫൈറ്റ് നടന്ന സമയമാണ്. ആ സമയം UDF വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തുന്നു, അവിടെ NDAക്ക് വോട്ട് പെർസെൻറ്റേജ് കുറയുന്നു. ഇത് തന്നെയാണ് എപ്പോഴും NDAയുടെ വോട്ട് വർധന, അല്ലെങ്കിൽ വോട്ട് കുറയുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഡീൽ ആരോപണത്തെ എല്ലാ കാലത്തും പ്രതിരോധിക്കുന്നത് LDF ഈ നിയമത്തെ കണക്കുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കിലെ വോട്ടിലെ ഉയർച്ച താഴ്ചകൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും NDAക്ക് വോട്ടിംഗ് ശതമാനം, അല്ലെങ്കിൽ NDAയുടെ വോട്ട് ശതമാനം കുറഞ്ഞ ഘട്ടത്തിൽ UDFന് വോട്ട് കൂടി, അല്ലെങ്കിൽ UDFന്റെ വോട്ട് ശതമാനം കുറഞ്ഞപ്പോൾ NDAക്ക് ആ മണ്ഡലം പിടിക്കാനായി എന്ന വാദം LDF ഉയർത്തുന്നത് ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.